ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാൻ ചില വീഡിയോകൾ കണ്ടപ്പോൾ ചിലരുടെ ശുശ്രൂഷ ഒരു വല്ലാത്ത വേദന എനിക്ക് ഉളവാക്കി. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ 2 സ്ഥാപനങ്ങൾ കർത്താവ് സ്ഥാപിച്ചു. ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു സഭ എങ്ങനെയായിരിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിയമങ്ങളുണ്ട്. ഒരു സഭാ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, എന്താണ് ശുശ്രൂഷ എന്നുള്ളതെക്കുറിച്ചെല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ശുശ്രൂഷ, എന്തിനാണ് ശുശ്രൂഷ എന്നറിയാതെ ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷയുടെ പ്രാധാന്യത മനസ്സിലാക്കാതെ അവിടെയായിട്ട് പല മീറ്റിങ്ങിൽ കയറി നടക്കുന്നവരും ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നു. അത് എന്നെ വല്ലാതെ ഒരു വേദന ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം. ആരെയും കുറ്റം പറയാനല്ല, എങ്കിലും സത്യം അന്വേഷിക്കുന്ന, സത്യത്തെ ആഗ്രഹിക്കുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. എന്താ ശുശ്രൂഷ, എന്തിനാ ശുശ്രൂഷ എന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. സഭയെ സ്ഥാപിച്ച കർത്താവ് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയുടെ ഉദ്ദേശവും ശുശ്രൂഷയും ശുശ്രൂഷകന്മാരെ കുറിച്ചും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വീണ്ടും ജനനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു ശിശുവ. കർത്താവിൽ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ഒരു ആത്മീക കുഞ്ഞായി. ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അമ്മയുടെ ശുശ്രൂഷ വളരെ പ്രാധാന്യമാണ്. ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിന് എന്തിനാ അമ്മ ശുശ്രൂഷ നൽകുന്നത്? ആ കുഞ്ഞ് നല്ല ആരോഗ്യമായ നിലയിൽ നന്നായി വളരണം. അതാണ് ആ അമ്മയുടെ ഒരു ദർശനം. അമ്മയുടെ ഒരു ദീർഘമായ ഒരു ദർശനം ആ കുഞ്ഞിനെ കുറിച്ച്. ഓരോ ദിവസവും ആ കുഞ്ഞ് എത്ര വളർന്നാലും അവൻ്റെ ഒരു വളർച്ചയെ ആഗ്രഹിക്കുന്ന ഒരമ്മ. അതുപോലെ തന്നെ ഒരു രോഗിക്ക് ഒരു വൈദ്യൻ്റെ ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ്. ആ ദീനം കൊണ്ട് തനിക്കൊരു ദോഷവും വരാതിരിക്കാൻ ഒരു വൈദ്യൻ്റെ ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ് ഒരു രോഗിക്ക്. അപ്പോൾ അതുപോലെയാണ് ഒരു പാപിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് അവൻ കർത്താവിൽ പൂർണ്ണത പ്രാപിക്കുവാൻ ഒരു ശുശ്രൂഷയുടെ ആവശ്യത ഉണ്ട്. സഭയ്ക്കും സഭയുടെ നിയമങ്ങൾക്കും ശുശ്രൂഷകൾക്കും നമ്മൾ അടങ്ങിപ്പോകണം. ശുശ്രൂഷകളോട് മത്സരിക്കരുത്. തെറ്റായ ശുശ്രൂഷകൾ അവിടെ പോയി നമ്മുടെ നേരം വെറുതെ കളയരുത്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ
ഒരു ശുശ്രൂഷകനെ കുറിച്ച് വേദപുസ്തകത്തില് നമ്മൾ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ. അതിൻ്റെ 1 തെസ്സലോനിക്കർ 2:12 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു പിതാവെന്ന പോലെ. അങ്ങനെ 2 വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരു ശുശ്രൂഷകനായിരിക്കുന്ന വ്യക്തി അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ ഉത്തരവാദിത്വവും ഉള്ള ആളാണ്. ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർക്കപ്പെട്ടവർക്ക് ഒരു ദൈവദാസന്റെ ശുശ്രൂഷ അവർക്ക് അതിപ്രധാനമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സമയം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി പത്രോസിനോട് സംസാരിക്കുമ്പോൾ, പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ 15-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 21-ന്റെ 15-ാം വാക്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് പത്രോസ് പറഞ്ഞു, ഓ കർത്താവേ, എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യം 16-ാം വാക്യം നമ്മൾ വായിക്കുന്ന സമയം വീണ്ടും കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് പത്രോസ്, അതേ കർത്താവെ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാനിടയായി. അവിടെ പത്രോസിനോട് യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, അതിനെ പാലിക്കുക. 3-ാമത് ചോദിച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ ആടുകളെ മേയ്ക്കുക, ആടുകൾക്ക് നല്ല കെയറിങ് കൊടുക്കുക, കെയർ ചെയ്യുക, അവരെ നന്നായിട്ട് ഫീഡ് ചെയ്ത് അതിനെ വളർത്തണം. ആത്മീക ഭോജനമെന്ന വചനം, നല്ല വചനങ്ങൾ കൊടുത്ത ആ ശുശ്രൂഷയിൽ കൂടി വിശ്വാസികൾ വളരുവാനിടയാകണം. ചിലർക്ക് ശുശ്രൂഷയെക്കുറിച്ചൊരു ദർശനമില്ലാതെ വെറും പാട്ടും കളിയും വചനത്തിൻ്റെ നിയമപ്രകാരമില്ലാതെ പോകുന്ന ചില അനുഭവങ്ങൾ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നിങ്ങൾ ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വ്യർത്ഥമായ കൂട്ടായ്മ, ആ ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അറിയാം. ഇന്ന് കേരളത്തെ പല സ്ഥലത്തിലും കള്ള പ്രവചനങ്ങളും അവരുടെ ശുശ്രൂഷകൾ കാണുമ്പോൾ വലിയ വേദനയുണ്ട്. ഒരു കൂട്ടത്തിൽ ഒരിക്കൽ ഞാനൊരു വീഡിയോ കണ്ടു. ചോദിക്കും, മാർച്ചിൽ ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ആർക്കോ മാർച്ചിൽ ഒരു ബർത്ത്ഡേ ഉണ്ട്. ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ മാർച്ചിൽ ജനിച്ചവർ കാണും, ഫെബ്രുവരിയിൽ ജനിച്ചവർ കാണും, ഡിസംബറിൽ ജനിച്ചവർ കാണും. ഇങ്ങനെ ഇത് പ്രവചനമല്ല, ഇത് ശുശ്രൂഷയുമല്ല. അതുപോലെ സെൽഫോൺ ഉയർത്തി കാണിച്ചാൽ കാശ് വരുന്നത് വലിയൊരു മാജിക്ക്. ഇങ്ങനെ ചിലപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാരെ പിടികിട്ടും. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരവർ ചെയ്തോട്ടെ, അത് അവർക്ക് ഉള്ള ഒരു ശുശ്രൂഷയാണ്. എന്നാൽ സത്യം അറിയണം, യഥാർത്ഥമായി ക്രിസ്തുവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തെറ്റിപ്പോകുവാൻ ഇടയാകരുത്. തെറ്റായ ശുശ്രൂഷ വിശ്വാസികളുടെ ആത്മീയതയെ ബലഹീനതയാക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ദൈവദാസന് ശാസിക്കുവാനും ഉപദേശിക്കുവാനും ഗുണീകരിക്കുവാനും ശിക്ഷിക്കുവാനും
പഠിപ്പിക്കാനും അധികാരമുണ്ട്. അങ്ങനെ ചെയ്യണം. നന്നായി വചനം പഠിപ്പിക്കണം. വിശ്വാസികൾ നന്നായി വചനം പഠിക്കണം. സഭയോട് ചേർന്ന് നിൽക്കണം. ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കണം. നല്ല ശുശ്രൂഷ അനുഭവിക്കണം. ആ ശുശ്രൂഷയ്ക്ക് കീഴടങ്ങണം. നമുക്ക് പ്രയോജനമില്ലാത്ത ശുശ്രൂഷ എന്തിനാ? ബൈബിളിൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ള ആ ശുശ്രൂഷയല്ലാതെ മറ്റൊരു ശുശ്രൂഷ തെറ്റായി പോകത്തില്ലയോ? നിങ്ങൾ റോമാലേഖനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, സത്യത്തെ അന്യായം കൊണ്ട് തടുക്കുന്ന മനുഷ്യർക്ക് ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വരുമെന്ന, സത്യത്തെ മറയ്ക്കുന്നവർക്ക് ദൈവകോപം വരുമെന്ന. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം മാറ്റിപ്പറയുന്നവർ ശപിക്കപ്പെട്ടവർ. അത് ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ അതാരായിരുന്നാലും സുവിശേഷത്തെ മാറ്റി പ്രസംഗിച്ചാൽ അത് ശപിക്കപ്പെട്ടവരായിത്തീരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശുശ്രൂഷ എന്താണ്? ശുശ്രൂഷ നമ്മൾ എബേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന സമയം, എബേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 5 വിധമായ ശുശ്രൂഷകളെ കർത്താവ് സഭയിൽ വച്ചു. അത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. അറിയാത്തവർ അത് അറിയുക. 5 വിധമായ ശുശ്രൂഷയിൽ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി. 5 വിധമായ ശുശ്രൂഷകളും 5 വിധമായ ശുശ്രൂഷകന്മാരും. ഈ വേലകളിൽ വ്യത്യാസമുണ്ട്. ഈ സുവിശേഷകൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയും. യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച്, യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർ പറയും. സുവിശേഷകന്റെ വേല അതാ. കേൾക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരും ഉള്ള ഈ വ്യത്യാസങ്ങൾ അറിയണം. ചില വർഷങ്ങൾക്ക് മുൻപേ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, തമിഴ്നാട്ടിലെ ബ്രദർ ദിനകരൻ നന്നായി പ്രസംഗിക്കുന്നല്ലോ, നിങ്ങൾ പറയുന്ന ഈ കാര്യമൊന്നും അവരൊന്നും പറയുന്നില്ലല്ലോ. കാരണം അവരുടെ ശുശ്രൂഷയ്ക്ക് അവരുടെ മീറ്റിങ്ങിന് ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ട്. അവർ നോക്കിയിട്ട് ഇതൊന്നും അവർ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനു പറയുന്നു? ബൈബിളിലുള്ളതാ. മാനസാന്തരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മീക ഉപദേശങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ ചിലർ ചോദിക്കുന്നത് എങ്ങനെയാ? പബ്ലിക് മീറ്റിങ്ങിന് പോകുന്നവർ, സുവിശേഷം അറിയിക്കുന്നവർക്ക് അവർക്ക് സഭയ്ക്കകത്തുള്ള ഉപദേശം പറയേണ്ട ആവശ്യമില്ല. അവർ യേശുവിനെ പറയും, യേശുവിനെ കുറിച്ച് പറയും, യേശുവിൻ്റെ അത്ഭുതങ്ങളെ പറയും, സുവിശേഷം പറയും. എന്നാൽ ഉപദേശം എന്നുള്ളത് സഭാ ശുശ്രൂഷകന്മാർ സഭയ്ക്കകത്താ പറയുന്നത്. ഈ ഉപദേശം മനുഷ്യർക്ക് ശുദ്ധീകരണവും അധിക ആത്മീക ഫലങ്ങളും ഉണ്ടാക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയം ഇത് നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് സുവിശേഷകൻ? ഒരു ഇടയന്റെ ജോലി എന്താണ്? ഒരു ഉപദേഷ്ടാക്കന്മാരുടെ ജോലി എന്താണ്? ഇപ്പൊ നമുക്ക് കാണുന്നത് ഈ ഉപദേഷ്ടാക്കന്മാർ എവിടെയുണ്ട്? ഇവിടെ പ്രവാചകന്മാരുണ്ട്, ഇല്ലയോ? ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ വയ്യ അവർ പ്രവാചകനാണോ, ഇല്ല ഇടയനാണോ, സുവിശേഷകനാണോ. ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, ചില പോസ്റ്ററിൽ മീറ്റിങ്ങിന് പോസ്റ്റർ അടിക്കുമ്പോൾ ചിലതിൽ പാസ്റ്റർ എന്ന് വെച്ചിരിക്കും, ചിലതിൽ ബ്രദർ എന്ന് വെച്ചേക്കും, ചില സ്ഥലങ്ങളിൽ റെവറൻറ്റ് പാസ്റ്റർ എന്നൊക്കെയാ.
അത് എന്തോ അവർ വെച്ചിട്ട് പോട്ടെ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എന്നാൽ ഈ വ്യക്തികളുടെ ഇവർക്ക് ദൈവവിളിയുണ്ടോ, ഇവർ ചെയ്യുന്നത് ആത്മീക ശുശ്രൂഷ തന്നെയോ, ഈ ശുശ്രൂഷ കൊണ്ട് ആർക്കെങ്കിലും ആത്മീക വർധന ഉണ്ടാകുമോ, ഈ സുവിശേഷം കൊണ്ട് ജനം രക്ഷിക്കപ്പെടുമോ, ഇത് നമ്മൾ ചിന്തിക്കണം. ചുമ്മാ വെറുതെ പോയി ഒരു മീറ്റിങ്ങിന് കൂടിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു, അത് വല്ലാതൊരു വേദനയായി. ആ കൂട്ടായ്മയ്ക്ക് വന്നവരോട് പേഴ്സ് എടുക്കാൻ പറയുന്നു, ആരുടെ കയ്യിലെല്ലാം കാശുണ്ടോ കാശ് എടുക്കാൻ പറയുന്നു. അപ്പോൾ ഇത്ര എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് കൈ ഉയർത്താൻ പറയുന്നു. ഇതൊക്കെ എന്തിനാ? ഇതിനാണോ നമ്മൾ കൂടി വരുന്നത്? കർത്താവിന് മനസ്സോടെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. അപ്പോൾ ഇതെല്ലാം തെറ്റായ ശുശ്രൂഷകളാണ് എന്ന് ഓർക്കുക. ഒരു പബ്ലിക് മീറ്റിങ്ങിന് വന്ന് ഒരു കൺവെൻഷൻ സ്റ്റേജിൽ നിന്നിട്ട് മൊത്തവും അന്യഭാഷയിൽ പാടി പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് വല്ലതും കാര്യമുണ്ടോ? അത് കേൾക്കുന്നവർക്ക് വല്ലതും പ്രയോജനമുണ്ടോ? ഇത് എല്ലാവർക്കും ഒരു നിങ്ങൾ ഇത് കേട്ട് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആരെയും കുറ്റം പറയാനല്ല. നമുക്ക് ഇപ്പോൾ ഒരുപാട് മീറ്റിംഗ് അവിടെ ഇവിടെയായിട്ട് നടക്കുന്നുണ്ട്. ഈ ശുശ്രൂഷകൾ കൊണ്ട് ശുശ്രൂഷിക്കുന്നവർ അത് ചിന്തിക്കുക, നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ, രക്ഷിക്കപ്പെടുന്നുണ്ടോ, അത് ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് മാത്രം തന്നെ ഗുണം വരുന്നോ എന്ന് ചിന്തിക്കണം. ദൈവത്തിന് പ്രയോജനപ്പെടുക, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുക, എന്നാൽ ഫലം കർത്താവ് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ദൈവമക്കൾ സത്യം നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. സത്യമായിട്ടുള്ള ശുശ്രൂഷകളല്ലാത്തത് അത് അംഗീകരിക്കരുത്, അതോട് ചേർന്ന് നിൽക്കരുത്. അവിടെ ഇവിടെയായിട്ട് ഓഡിറ്റോറിയത്തിലും പബ്ലിക്കായിട്ട് പല സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഇടുകയും അവിടെ ജനങ്ങളെ കൂട്ടുകയും പല സ്ഥലത്തിൽ ഇപ്പോൾ സിനിമാ പാട്ടുകൾ പോലും പാടാൻ തുടങ്ങിയിരിക്കുക. ഈ പുതിയതായി ശുശ്രൂഷ എന്ന് പറഞ്ഞ് തുടങ്ങി അത് ദൈവനാമം ദുഷിക്കുന്ന നിലയിൽ, ജാതികൾ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുന്ന നിലയിൽ ആയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവോട് ചേർന്ന് നിൽക്കുക. യഥാർത്ഥമായ ശുശ്രൂഷ നമുക്ക് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മ തൻ്റെ കുഞ്ഞിന് നൽകുന്ന ശുശ്രൂഷ, ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാ ചേർത്തണച്ച് ശുശ്രൂഷിക്കുന്നത്, അതുപോലെ നാം ആയിരിക്കുന്ന സഭയിൽ നമ്മുടെ ആത്മീക വർധനയ്ക്കായി, നമ്മുടെ ആത്മാവിൻ്റെ ബലത്തിനായി നമ്മെ നന്നായിട്ട് നമുക്ക് ആ ശുശ്രൂഷ പ്രയോജനമുള്ളതായിരിക്കണം. നമ്മെ പഠിപ്പിക്കാൻ, ഗുണദോഷിക്കാൻ, ഒന്ന് ഗുണപ്പെടുത്താൻ, പഠിപ്പിക്കാൻ, നാം തളർന്നിരിക്കുമ്പോൾ നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഒരു വൈദ്യൻ്റെ ശുശ്രൂഷ ഒരു രോഗിക്ക് ആവശ്യമാണ്. ഒരു നല്ല ശുശ്രൂഷ ലഭിച്ചില്ലെങ്കിൽ ആ രോഗി മരിക്കുവാനിടയാകും. അതുപോലെ തന്നെ ഒരു ആത്മീക രോഗം പിടിച്ചവർ, പാപത്തിൽ വീണ് കിടക്കുന്നവർ രക്ഷ പ്രാപിച്ച ക്രിസ്തുവിൽ വളരുവാൻ ഒരു നല്ല ശുശ്രൂഷ ആവശ്യമാണ്. നല്ല ശുശ്രൂഷ ഇല്ലെങ്കിൽ നമുക്ക് ആത്മീകമായി നിലനിൽക്കുവാനോ വളരുവാനോ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ ആത്മീക ജീവിതത്തിനും ആത്മീക നിലനിൽപ്പിനൊക്കെ നല്ല ശുശ്രൂഷ ആവശ്യമാണ്. പ്രാർത്ഥനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നിങ്ങൾക്ക് തരുന്ന സഭയിൽ നിലനിന്ന് ആ ശുശ്രൂഷയോട് ചേർന്ന് വളരുവാനിടയാകണം. നിങ്ങൾ എബേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും, റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യവും, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലെ അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം നിങ്ങൾക്ക് വചനത്തിൻ്റെ പ്രകാശനം നൽകട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരും
യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. ശുശ്രൂഷകൾ വഷളായി പോകുന്നത് ഞാൻ കാണുന്നു. വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോസ് കണ്ടപ്പോൾ ഒത്തിരി 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 ഒരു ദൈവദാസനാകുമ്പോൾ അവിടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം, അവിടെ സംസാരം എങ്ങനെയായിരിക്കണം, ആ പക്വത ഇതൊന്നും ഇല്ലാതെ പ്രസംഗിക്കുന്ന ആൾ വലിയ രാജാവും കേൾക്കുന്നവർ അടിമകളും എന്നൊരു ചിന്ത ഉണ്ടാകരുത്. ഞാനത് പല സ്ഥലത്തിലും കാണുന്നുണ്ട്. പ്രസംഗത്തിന് നിൽക്കുമ്പോൾ വലിയ മഹാരാജാവ്, കേൾക്കുന്നവരെല്ലാം അടിമകളാണ്. അല്ല, കേൾക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവത്തിൻ്റെ വേലയാണ് ചെയ്യുന്നത്. ആ ഒരു നല്ല ബോധത്തോട് തന്നെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തെറ്റ് ചെയ്യുന്നവരവർ ചെയ്യട്ടെ, അവർ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പക്ഷേ ഈ സത്യം ആഗ്രഹിക്കുന്നവർ, സത്യം അന്വേഷിക്കുന്നവർ ഈ തെറ്റായ ശുശ്രൂഷകൾ നിന്നിട്ട് ഒരിക്കലും അവർ നന്മ പ്രാപിക്കുവാൻ കഴിയത്തില്ല. പണ്ടൊരു കഥ പറയും. ചില പക്ഷികൾ ആകാശത്തിൽ കൂടി പറന്നു പോകുമ്പോൾ ഒരു വലിയ തോട്ടം കണ്ടു. അവിടെ ഈ എലവ് എന്ന് പറയുന്ന ഒരു മരം, പണ്ട് ഈ റോഡ് സൈഡൊക്കെ കൊടി കയറ്റുവാൻ നട്ടിരിക്കും. എലവ് ഓരോ സ്ഥലത്തിലും ഓരോ പേരുകളായിരിക്കും പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ എലവ് എന്നാണ് പറയുന്നത്. അതിൽ കാ ഉണ്ടാകും. അതിൽ ഇല കാണത്തില്ല. ഇലയില്ലാതെ മൊത്തവും കായ്ക്കുന്ന സമയം കായായിരിക്കും. അപ്പോഴൊരു കിളി പറഞ്ഞെന്ന്, ഞാൻ ഇവിടെ താമസിക്കും, ഞാൻ ഇവിടെ താമസിച്ച് ഈ പഴങ്ങളൊക്കെ പഴുക്കുമ്പോൾ ഞാൻ തിന്നും. മറ്റ് കിളികളൊക്കെ പറന്ന് വേറെ ആഹാരം തേടിപ്പോയി. പക്ഷേ ഈ ഒരു കിളി മാത്രം ഈ തോട്ടത്തിൽ ഈ വൃക്ഷങ്ങൾ കാത്തിരിക്കുക, എന്നെങ്കിലും ഇതൊക്കെ പഴുക്കും, അപ്പോൾ തിന്നാമെന്ന്. ഈ ഇലവിൻ്റെ കാ ഒരിക്കലും പഴുക്കത്തില്ല. അത് ഒരു ദിവസം ആ കാ മുതിർന്ന് ഉണങ്ങി പൊട്ടിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പഞ്ഞി പറന്നു പോകുന്നത് കണ്ടു. അത് പറയുന്നത് ഇലവ് കാത്ത കിളി എന്നാണ് പറയുന്നത്. ഇലവിൽ ഒരിക്കലും കാ പഴുക്കത്തില്ല, അത് കിളിക്ക് തിന്നാനും പറ്റത്തില്ല. അതുപോലെയാണ് ഈ ശുശ്രൂഷ ഇല്ലാത്തവർ വെറുതെ പാട്ടും പാടി കളിച്ചു പോകുന്നവരല്ല. ഈ സഭയ്ക്കകത്ത് ആയിക്കഴിഞ്ഞാൽ ഈ സഭയ്ക്കകത്തുള്ള ഒരു ശുശ്രൂഷ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും ആത്മീക നിലനിൽപ്പിനും ഒക്കെയും ഒരമ്മയുടെ ശുശ്രൂഷ ഒരു കുഞ്ഞിന് എത്ര പ്രാധാന്യമോ അതുപോലെ ഒരു വൈദ്യൻ്റെ ശുശ്രൂഷ ഒരു രോഗിക്ക് എത്ര ആവശ്യമോ അതുപോലെയാണ്. ആ രോഗസൗഖ്യം വരുന്നത് വരെ ആ വൈദ്യൻ്റെ ശുശ്രൂഷ, അവരുടെ അഡ്വൈസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു അമ്മയെ ഓർക്കുമ്പോൾ അവരുടെ ദർശനം വലുതാണ്. മകൻ എത്ര വളർന്നാലും ഇനിയും അവൻ നന്നാകണം, അവൻ വളരണം. ഓരോ സ്റ്റേജുകൾ വരുമ്പോഴും ആ സ്റ്റേജിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അമ്മയുടെ സ്നേഹം. ഒരു ശുശ്രൂഷകൻ ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വവും ഒരമ്മയുടെ സ്നേഹവും നിറഞ്ഞവനാണ്. അതാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരടുത്തായിരിക്കുക. മറ്റുള്ളിടത്തായിരുന്നാൽ ഇലവ് കാത്ത കിളി പോലെ ആയിപ്പോകും. പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു, നിങ്ങൾ ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.